ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? പറയുന്നതിനൊരു മാന്യത വേണം. ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്, കണ്ടോ? ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? അപ്പോൾ രേണുശ്രുതി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. രേണുശ്രുതി പറയുകയാണ്, നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കൊള്ളാനാണ് പറയുന്നത്. അവരുടെ ഋതപ്പനെ നോക്കാൻ ആളില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ കൊണ്ടുപോയി നോക്കിക്കോ എന്നാണ് പറയുന്നത്. ഒരു തള്ള എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു അമ്മയാകുന്നില്ല. അമ്മയാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആ കുഞ്ഞിനെ സ്നേഹിക്കാനും ആ കുഞ്ഞിനെ പോറ്റാനുമുള്ള എല്ലാ ബാധ്യതയും നിങ്ങളിൽ അർപ്പിതമാണ്. അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് മാത്രമേ നിങ്ങൾക്ക് വിചാരമുള്ളൂ. നിങ്ങൾ ആരോടാണ് പറയുന്നത്? നാട്ടുകാരോട് കൊണ്ടുപോയി നോക്കിക്കൊള്ളാൻ. നാട്ടുകാരാണോ നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ടത്? അവിടെ ബാധ്യതയെല്ലാം നാട്ടുകാരുടെ ചുമലിലേക്ക് ഏൽപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? രേണുശ്രുതിക്കും അച്ഛനും എന്താണെന്നറിയില്ല. തങ്കപ്പച്ചേട്ടനും ഈ ശ്രുതിക്കും പ്രത്യേക എന്തോ ഒരു നിബന്ധനയാണെന്ന് തോന്നുന്നു. കുട്ടികളെ കൊണ്ടുപോയി നോക്കിക്കൊള്ളാൻ നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങളെ കുട്ടികളെ നോക്കലാണ് പരിപാടി. ബാക്കി പറ, കേൾക്കട്ടെ. നിലയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പം ഈ നിങ്ങൾ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വൃത്തിയില്ല, അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ്, ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോലെ, എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ രേണുശ്രുതി പരിചയപ്പെടുത്തി തരികയാണ്. ഇതാണ് ശ്രുതി നിലയം. ശ്രുതി നിലയത്തിൻ്റെ അകത്തെല്ലാം വൃത്തികേടാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇതാ അകത്ത് മാത്രമല്ല രേണുശ്രുതിയുടെ പുറകുവശം ആ വീടിൻ്റെ വൃത്തികേടെല്ലാം ആ വീഡിയോയിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ആ മുറ്റത്ത് ഒരു പുല്ല് പറിക്കാൻ പോലും നിങ്ങൾക്കോ നിങ്ങളുടെ തങ്കപ്പച്ച ചേട്ടനോ നിങ്ങളുടെ അമ്മയ്ക്കോ ഒന്നും ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ആ വീടൊന്ന് നിങ്ങൾക്ക് വൃത്തിയാക്കി ഇടാമായിരുന്നു. കാരണം ഒരു കൊട്ടാരം പോലെയാണ് നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ആ വീട് കാണുന്നത്. പക്ഷേ അതിൻ്റെ പരിസരം എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഒരിക്കലും അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുകയില്ല. മൂപ്പത്തിക്ക് തിരക്കാണെന്നാണ് പറയുന്നത്. രേണുശ്രുതിക്ക് തിരക്കാണ്, ഷൂട്ടിങ്ങിന് പോവുകയാണ്. ബാക്കി അച്ഛൻ പരിചയപ്പെടുത്തരും, നമ്മുടെ തങ്കച്ചേട്ടൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരും. മതി രേണുശ്രുതി, നീ പോയിക്കോ. ബാക്കി തങ്കച്ചേട്ടൻ പരിചയപ്പെടുത്തട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. നോക്കും, ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നത് ഇത് കണ്ടോ? ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ? എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോകും. ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ എഴുത്തുന്ന ഒരാളുമല്ല. ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. രേണുശ്രുതിയുടെ അച്ഛനാണ് നമ്മെ പരിചയപ്പെടുത്തിയിരുന്നത്. തങ്കച്ചേട്ടൻ പറയുന്നുണ്ട് ഇതൊന്നും കുട്ടികൾ മാന്തിപ്പറിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇല്ല, ഞങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല. അത് കണ്ടാൽ അറിയാം. തങ്കപ്പച്ച ചേട്ടൻ മാന്തിപ്പറിച്ച അടയാളം ആ മാന്തിപ്പറിച്ച സ്ഥലത്ത് കംപ്ലീറ്റ് കാണാൻ വേണ്ടിയുണ്ട്. എന്തിനാണ് തങ്കപ്പച്ച ചേട്ട ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രെയിൻ എടുത്തുകൊണ്ടിട്ടാണ് അത് മാന്തി പൊളിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് തങ്കപ്പച്ചേട്ടൻ നമ്മളോട് പറയുകയാണ്, ആരും വിചാരിക്കേണ്ട ഇതൊന്നും കുട്ടികളൊന്നും മാന്തി പൊളിച്ചതല്ല. അത് കണ്ടാൽ അറിയാം. കുട്ടികൾക്കൊന്നും അത്ര ബലമായിട്ടുള്ള കൈയോ നഖമോ ഒരിക്കലും ഉണ്ടായില്ല. അത്രയും കർക്കശമായിട്ട് അത് മാന്തി പൊളിച്ച് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് മാന്തി പറിച്ച അടയാളവുമുണ്ട്. ഇനി അങ്ങനെ തന്നെ ഇളകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പരിപാടിക്ക് പോകുന്നത്? നിങ്ങൾക്കത് സംരക്ഷിക്കാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കിച്ചുവിനെ അത് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പാട്ട് നോക്കി പോയാൽ പോരെ. തങ്കച്ചേട്ട എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ എടുത്തുണ്ടാക്കി കൊടുത്ത ഒരു വീട്, അതിന് കുറ്റമല്ലാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക്, വീടല്ല അതൊരു കൊട്ടാരമാണ് തങ്കച്ചേട്ട, അതൊരു കൊട്ടാരമാണ്. അത് നല്ലൊരു കുടുംബത്തിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾക്കവിടെ അതിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കതിലില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ബാക്കി പറ. രേണു കള്ളം പറഞ്ഞു. ഇനി ചോർച്ചയുടെ കാര്യം, അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലകത്തോടെ അടിക്കത്തില്ല. അതൊന്ന് അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം.
അപ്പോൾ രേണുച്യുതി പറഞ്ഞതെന്ന് നിങ്ങൾ പറയുന്നത് ഇതാണ്. ഇവിടെയാണ് ചോർച്ച. നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കാണും, റൂഫിൻ്റെ സൈഡിൽ നിങ്ങൾ കാണാം ഗ്രില്ലിട്ടിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി ചീതൾ അല്ലെങ്കിൽ ചിമ്മാനി അടിക്കുന്നതിനെയാണ് നമ്മുടെ രേണുച്യുതി പറഞ്ഞത് അവിടെ ചോരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീട് എങ്ങനെയാണ് ചോർന്നത്? അപ്പോൾ വാർക്ക അല്ലെങ്കിൽ വാർക്കപ്പണിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ചോരൽ എന്നൊക്കെ പറഞ്ഞത് ഇതാണ്, അല്ലാതെ വീട് ചോരുന്ന കാര്യമല്ല. അവിടെ നിന്നൊരു ചിമ്മാനി അടിക്കുന്നുണ്ട്. ആ തങ്കപ്പച്ചേട്ടൻ തന്നെ പറയുകയാണ് അവിടെ ഒരു പ്ലാസ്റ്റിക് ഒടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അതിന് ഫിറോസ് ഖാൻ വരണം പോലും. എന്താണ് മനുഷ്യ, നിങ്ങൾക്ക് സാമാന്യമായിട്ട് യാതൊരു ബുദ്ധിയുമില്ലേ? ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ പോലും പറ്റില്ല. അത് വീടുണ്ടാക്കി തന്ന ഫാദറും അതുപോലെ തന്നെ ഫിറോസും വന്നിട്ട് പണിയെടുക്കണമെന്നൊക്കെ പറയാൻ ഉളുപ്പും മാനവും നിങ്ങൾക്കില്ലേ എന്ന് തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കുക തന്നെയാണ്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാരണം മേലനങ്ങാതെ പണിയെടുക്കാതെ നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു സാധനം അവിടെ തന്നിട്ട് അതൊന്ന് മെയിൻ്റെനൻസ് പോയിട്ട് അതൊന്ന് സംരക്ഷിക്കാൻ പോലും അറിയാത്ത താങ്കളെപ്പോലുള്ള ആൾക്കാർക്കായിപ്പോയല്ലോ ഇത് കിട്ടിയത് എന്നൊരു സങ്കടം വളരെ ഭാഗ്യമായിട്ടുണ്ട്. ഇനി അടുത്തതൊന്നുകൂടി കാണിച്ചു തരാം. ഈ മതിൽ നിങ്ങൾ കാണുക. ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓളോ പീസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? ഈ 6 അടി 7 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്ന ഇത് പോവോ ഞാൻ കണ്ടോ. എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലേ വന്ന് ഇവർ വെച്ച് തന്ന ആ ഓവതിൻ്റെ പോകാൻ വേണ്ടി അയ്യോ തങ്കപ്പച്ചേട്ടൻ കാണിച്ചു തരികയാണ്. മതിൽ 6 അടി പൊക്കമുള്ള മതിലാണ്. ആ മതിലിൻ്റെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ ലെവല് ചെയ്തിട്ട് അവിടെ മണ്ണിട്ട് ഫുള്ളാക്കിയ ഒരു തിണ്ടാണ് അവിടെ കാണുന്നത്. ഏകദേശം 6 അടി പൊക്കം തന്നെയുണ്ട്. അത് സത്യസന്ധമാണ്. അത് വീണാലൊക്കെ അപകടമൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും അത് സത്യമാണ്. കാരണം കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതെങ്ങനെ വിള്ളലുണ്ടായി എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത സ്ഥലമാണ്. അവിടെ തങ്കപ്പച്ചേട്ടൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വെള്ളം പോകാൻ വേണ്ടി ഓച്ചാലെടുത്തിട്ട് അവിടെ കുഴിച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ആ വെള്ളം അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ കെട്ട് ഇങ്ങനെ പൊട്ടിപ്പോയതാണ്. അത് കറക്റ്റ് നല്ല ലെവലിൽ അത് മണ്ണിട്ട് നികത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പുറത്തേക്ക് പോകും. ഇപ്പോൾ പുറത്തേക്ക് പോകില്ല, കാരണം അവിടെ താണിരിക്കുകയാണ്, പൈപ്പ് മുകളിലാണുള്ളത്. അത് ആ വീഡിയോയിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ ആരാണെന്നൊന്നും അറിയില്ല എന്ന് പറയും. നമ്മുടെ മറുനാടൻ ചാനൽ, നമ്മുടെ ഷാജൻ സക്രിയ സാറിൻ്റെ മറുനാടൻ ചാനലാണ് അവർക്ക് വേണ്ടിയിട്ട് ആ തിണ്ട് അവിടെ മതിൽ അവിടെ കെട്ടിക്കൊടുത്തത്. അതിനോടൊന്നും യാതൊരു നന്ദിയുമില്ലാത്തൊരു മനുഷ്യനും ഒരു കുടുംബവുമായി പോയി എന്നതിൽ വളരെ സങ്കടമുണ്ട്. അത് കെട്ടിത്തന്നല്ലോ. അയാൾ പറയുന്നുണ്ട് ഇനി അഥവാ പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ ഇത് എടുത്ത് കേൾക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കാണില്ല. രേണു സുധിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. നിങ്ങൾക്കൊക്കെ എല്ലാം നാട്ടുകാർ ചെയ്ത് സെറ്റപ്പാക്കി റെഡിയാക്കി ഇങ്ങനെ നിങ്ങളവിടെ താമസിക്കുക, അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നാട്ടുകാർ ചെയ്തു തരും. ഒരു വളരെ കാക്കക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. രേണു സുധിക്കും അച്ഛനും ചോദിക്കുന്നുണ്ട് ഋതപ്പനെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, വാണേ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് നാട്ടുകാരോടാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുകയാണ് നമ്മുടെ കിച്ചുവിന് 21 വയസ്സായി, അവൻ പുരുഷനാണ്, അവനെ ഞാനും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കിച്ചുവിൻ്റെ കാര്യത്തിലാണ്, അവനെന്താ നോക്കാത്തത്, അവനെ നിങ്ങൾക്ക് കൊണ്ടുപോയി നോക്കരുതോ എന്നാണ് രേണുസുധി നമ്മളോട് ചോദിക്കുന്നത്. ഒരമ്മയുടെ വായിൽ നിന്നും ഇത്ര വൃത്തികെട്ട വർത്തമാനങ്ങൾ യാതൊരു കാരണവശാലും വരാൻ വേണ്ടി പാടില്ലായിരുന്നു. കാരണം എല്ലാ അമ്മമാർക്കും ഞാൻ പറഞ്ഞ പോലെ കാക്കക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത് എന്ന് നമുക്കറിയില്ല. അത് സുധിയുടെ മകനായി പോയത് കൊണ്ടാണോ? ഇനി ആ സ്ത്രീ പറയുന്നുണ്ട് രാവിലെ തൊട്ടിട്ട് ഉറങ്ങാൻ പോലും സമയമില്ല, ഷൂട്ടിംഗ് ആണ്, സിനിമ, സീരിയൽ, റീൽസ്, നാടകം, എവറിത്തിങ് അവർ ഫുള്ളി ബിസിയാണ്. ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ സ്ത്രീ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിയിട്ട് ആ വീടിൻ്റെ മുകളിൽ കെട്ടാൻ അവർക്ക് പറ്റില്ല. ഒരു വീടിൻ്റെ മതിൽ റിപ്പയർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് അവരുടെ 5 വയസ്സുള്ള മകനെ സംരക്ഷിക്കാൻ പോലും അവർക്ക് പറ്റില്ല. കൊണ്ടുപോയി നാട്ടുകാരോട് നോക്കിക്കൊള്ളയാണ് പറയുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഒരു അന്തസ്സ്, എന്താണ് ഇവരുടെയൊക്കെ ഒരു വിചാരമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു അച്ഛനും ഒരു മകളും. തീർച്ചയായിട്ടും കേരളക്കാർക്ക് ഒരു മാതൃകയാക്കേണ്ട ഒരു കുടുംബം തന്നെയാണ് നിങ്ങളുടേത്. ആ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടോ ഇത്ര താറടിച്ച് കാണിച്ചിട്ടോ നമ്മൾ കണ്ടില്ല. നിങ്ങൾ വീട് തന്ന ബിഷപ്പിനെ നിങ്ങൾ പറയാത്തൊരു തെറി
ഇനി ഭൂലോക മലയാളത്തിലില്ല. അതുപോലെ തന്നെ വീടുണ്ടാക്കി തന്ന ഫിറോസ് കാക്ക ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ഇനി വീടുണ്ടാക്കി കൊടുക്കില്ല എന്നവർ പറഞ്ഞിരിക്കുകയാണ്. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും ഇൻ്റർവ്യൂ കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കോലത്തിലായിപ്പോയി. തീർച്ചയായിട്ടും ഇനി ഒരു മനുഷ്യനെ സഹായിക്കുന്നത് നിങ്ങൾ കാരണം ഇല്ലാതായി പോയി. ഒരു മനുഷ്യന് കിട്ടുന്ന സഹായം പോലും നിങ്ങളുടെ ഈ വർത്തമാനം കൊണ്ട് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഈ തങ്കച്ചേട്ടനെ കൊണ്ട് യാതൊരു രക്ഷയുമില്ല. ആ വീട് മൊത്തം മാന്തി പൊളിച്ച് നാശകോശമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ വീടൊന്ന് വൃത്തിയാക്കാനോ ആ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പുല്ല് പോലും ചെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം ഫുള്ള് ബിസിയാണ്. കുട്ടികളെ നോക്കാൻ അവർക്ക് സമയമില്ല. ഒന്നിനും സമയമില്ലാത്ത ഒരു ഫാമിലിയാണ്. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.